നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച പ്രതികൾക്ക് ജീവപര്യന്തം തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച തൊടുപുഴ ജില്ലാ കോടതി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2020 മറയൂരിൽ. കൊല്ലപ്പെട്ടത് മറയൂർ സ്വദേശി മാരിയപ്പൻ. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തെ നിസാരവൽക്കരിച്ചു അധികൃതർ. സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി വെട്ടി നശിപ്പിച്ചതിന് കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാൻ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരം കയ്യേറ്റത്തെ നിസാരവൽക്കരിച്ച റവന്യൂ വകുപ്പ്. തൊടുപുഴ ഉളമറ്റത്ത് നിന്ന് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മൂവാറ്റുപുഴ സ്വദേശി ആന്റോയാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്കെത്തിച്ച 3 കിലോ കഞ്ചാവും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ചില്ലറ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച 2 കിലോയിലധികം കഞ്ചാവുമായി മേലേച്ചുനാർ സ്വദേശി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ. വന്യജീവികളുടെ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് നാമമാത്രമായ തുകയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നതെന്ന് പരാതി. കാർഷിക വിളകൾ പ്രധാനമായും നശിപ്പിക്കുന്നത് കാട്ടാനയും കാട്ടുപന്നികളും. വന്യജീവികൾ മൂലമുള്ള കൃഷിനാശത്തിന് വനംവകുപ്പിന്റെ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട മാസങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച പ്രതികൾക്ക് ജീവപര്യന്തം തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച തൊടുപുഴ ജില്ലാ കോടതി. 2020 മറയൂരിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മറയൂർ സ്വദേശി മാരിയപ്പനാണ് കൊല്ലപ്പെട്ടത്. 2020 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തലേദിവസം രാത്രിയിൽ കൊല്ലപ്പെട്ട മാരിയപ്പനും 1-ാം പ്രതി മിഥുനും 2-ാം പ്രതി അൽപ്പും 2-ാം പ്രതിയുടെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ 1ഉം 2ഉം പ്രതികൾ ചേർന്ന് മാരിയപ്പനെ വാക്കുത്തിക്ക് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം ചാക്കിൽ കെട്ടി മറയൂർ TLB കനാലിനു സമീപം ഉപേക്ഷിച്ചു. രാവിലെ നാട്ടുകാരാണ് രക്തമൊലിക്കുന്ന ചാക്കുകെട്ട് കണ്ടതും സംശയം തോന്നി തുറന്നു പരിശോധിച്ചപ്പോൾ മാരിയപ്പന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് 27 സാക്ഷികളെ വിസ്തരിച്ചു. ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ഫോറൻസിക് തെളിവുകളും വിശകലനം നടത്തിയാണ് കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട മാരിയപ്പന്റെ ദേഹത്ത് 47ഓളം പരിക്കുകൾ ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതലും തലയിലും കഴുത്തിലും മുഖത്തുമായിരുന്നു. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തെ നിസാരവൽക്കരിച്ചു അധികൃതർ. സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി വെട്ടി നശിപ്പിച്ചതിന് കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാൻ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരം കയ്യേറ്റത്തെ നിസാരവൽക്കരിക്കുകയാണ് റവന്യൂ വകുപ്പ്. റെഡ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് കയ്യേറ്റക്കാർക്ക് ഭൂമിയുണ്ടെന്നും വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഭൂമി കയ്യേറ്റത്തെയും അനധികൃത നിർമ്മാണത്തെയും തുടർന്ന് വിവാദമായ ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടിയിൽ വീണ്ടും കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ കയ്യേറ്റ ശ്രമത്തിനെതിരെ കേസെടുക്കാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടന്ന് കാട് വെട്ടിയവരെയും നീലക്കുറിഞ്ഞി നശിപ്പിച്ചവർക്കുമെതിരെ നിയമപ്രകാരമുള്ള കേസെടുക്കാൻ തയ്യാറാകാതെ പെറ്റിക്കേസിന് തുല്യമായ വകുപ്പുകൾ ചുമത്തി കയ്യേറ്റത്തെ നിസാരവൽക്കരിക്കുകയാണ് റവന്യൂ വകുപ്പ്. വില്ലേജ് ഓഫീസറുടെ പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് രാജാക്കാട് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി ഉൾപ്പെടെ ഉള്ളവ നശിപ്പിച്ചതിന് കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ റവന്യൂ വകുപ്പോ പോലീസോ തയ്യാറായില്ല. ഇത് കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടാണെന്നാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ ആരോപണം. കയ്യേറ്റത്തെ സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തിയ ബൈസൺവാലി വില്ലേജ് ഓഫീസർ കയ്യേറ്റക്കാർക്ക് ഭൂമിയുള്ളതായി കാണിച്ചുകൊണ്ട് വാസ്തവവിരുദ്ധ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നതെന്നും ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. ചൊക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാനെത്തിയ IG K സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴിട്ടുപൂട്ടിയ ഗേറ്റിന്റെ താഴ് തല്ലിപ്പൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കിടക്കുകയും 1/2 ഏക്കറിലധികം സ്ഥലത്തെ കാട് വെട്ടുകയും ചെയ്തത്. ഈ 1/2 ഏക്കർ സ്ഥലത്ത് നിന്ന് സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞി ചെടികളും യന്ത്രം ഉപയോഗിച്ച് നടത്തിയ കാടുവെട്ടലിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കിടന്നവരെ പുറത്താക്കുകയായിരുന്നു. തൊടുപുഴ ഉളമറ്റത്ത് നിന്ന് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മൂവാറ്റുപുഴ സ്വദേശി ആന്റോയാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്കെത്തിച്ച 3 കിലോ കഞ്ചാവും ഇയാളിൽ നിന്നും കണ്ടെടുത്തു.
രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയ പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കഞ്ചാവ് ഇടപാടുകളിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തൊടുപുഴ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളിലടക്കം ലഹരി ഉപയോഗവും വിൽപ്പനയും വ്യാപകമാകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും മേഖലയിലടക്കം പരിശോധന കർശനമാക്കിയിരുന്നു. ആന്റോയെ കോടതിയിൽ ഹാജരാക്കി. ചില്ലറ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. മേലേച്ചിനാർ സ്വദേശി ജോച്ചനെയാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം കസ്റ്റഡിയിലെടുത്തത്. മുമ്പും കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് ജോച്ചൻ എന്നാണ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ മനൂപ് വിപിയും സംഘവും ചേർന്ന് വാത്തിക്കുടി മേലേച്ചിനാർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 2 കിലോയിലധികം കഞ്ചാവുമായി മേലേച്ചിനാർ സ്വദേശി ജോച്ചനെ പിടികൂടിയത്. മുൻപും കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ജോച്ചനെ ദിവസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച കഞ്ചാവാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത്. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി മേലേച്ചിന്നാർ വാത്തിക്കുടി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുകയാണ് പ്രതിയുടെ രീതിയെന്നാണ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് കെ.എം, ദിലീപ് N.K, പ്രിവന്റീവ് ഓഫീസർ ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് K.M, പ്രശാന്ത് വി, അബ്ദുൾ ലത്തീഫ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വന്യജീവികളുടെ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് നാമമാത്രമായ തുകയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നതെന്ന് പരാതി. കാട്ടാനയും കാട്ടുപന്നികളുമാണ് കാർഷിക വിളകൾ പ്രധാനമായും നശിപ്പിക്കുന്നത്. രാജകുമാരി മഞ്ഞക്കുഴി പാടശേഖരത്തെ വിളവെടുപ്പിന് പാകമായ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു. വന്യജീവികൾ മൂലമുള്ള കൃഷിനാശത്തിന് വനംവകുപ്പിന്റെ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് മാസങ്ങളായി. 1 ഏക്കർ പാടശേഖരത്ത് നെൽകൃഷി ഇറക്കണമെങ്കിൽ കർഷകന് കുറഞ്ഞത് 30,000 രൂപ വരെ ചെലവ് വരും. എന്നാൽ വന്യജീവികൾ മൂലം 1 ഹെക്ടറിലെ നെൽകൃഷി നശിച്ചാൽ പോലും ഇത്രയും നഷ്ടപരിഹാരം കർഷകന് ലഭിക്കില്ല. കൃഷിവകുപ്പിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത കർഷകരുടെ കൃഷി വന്യജീവികൾ നശിപ്പിച്ചാൽ നഷ്ടപരിഹാരം പേരിന് മാത്രമാണ്. വന്യജീവികൾ മൂലമുള്ള കൃഷിനാശത്തിന് വനംവകുപ്പിന്റെ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് മാസങ്ങളായി. 9 വർഷം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയാണ് ഇപ്പോഴും വനംവകുപ്പ് നൽകുന്നത്. അപേക്ഷകരുടെ മുൻഗണനാക്രമമനുസരിച്ചാണ് നഷ്ടപരിഹാരം നൽകുക. കൃഷിനാശം സംബന്ധിച്ച് കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് സഹിതമാണ് അപേക്ഷ നൽകേണ്ടത്. ഇതിൽ വനംവകുപ്പ് വീണ്ടും അന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷണൽ ഓഫീസ് മുഖേന നഷ്ടപരിഹാരം അനുവദിക്കുന്നത്. മുടക്കുമുതലിന്റെ 1/4 പോലും കർഷകർക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുന്നില്ല. നാമമാത്രമായ തുകയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുവാനും കർഷകർ മടിക്കുകയാണ്. മൂന്നാർ നല്ലതണ്ണിയിൽ പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് യൂണിറ്റിനായി കെട്ടിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം. മൂന്നാർ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെ മതിയാം വിധമുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് യൂണിറ്റിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. പഴയ മൂന്നാർ മൂലക്കട ഭാഗത്തേക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം മാറ്റാൻ ആലോചനകൾ നടന്നെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായിട്ടില്ല. ഇടുക്കി മൂന്നാർ നല്ലതണ്ണിയിൽ പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് യൂണിറ്റിനായി കെട്ടിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യം. 1990-ലാണ് മൂന്നാർ നല്ലതണ്ണിയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. നിലവിൽ 42 പേർ ജീവനക്കാരായുണ്ട്. മൂന്നാർ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പോഴത്തെ ഫയർ സ്റ്റേഷനിലേക്ക്. തുടരെയുള്ള ഹമ്പുകൾ കടന്ന് ഇടുങ്ങിയ റോഡിലൂടെ വേണം ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് ടൗണിലേക്ക് എത്താൻ. നിലവിൽ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് കെട്ടിടം മതിയാം വിധം അടിസ്ഥാന സൗകര്യമുള്ളതല്ല. മഴ പെയ്താൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്നൊലിക്കും. ശുചിമുറി സംവിധാനവും വേണ്ട വിധമില്ല. മുമ്പ് പഴയ മൂന്നാർ മൂലക്കട ഭാഗത്തേക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം മാറ്റാൻ ആലോചനകൾ നടന്നെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് യൂണിറ്റിനായി കെട്ടിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളതെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. മൂന്നാർ മേഖലയിൽ തീപിടുത്ത അപകടം എല്ലാ കാലങ്ങളിലും ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയുടെയും അത് വനങ്ങളിലേക്കും അതുപോലെ തന്നെ ഫാക്ടറികൾ ഇതുപോലത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം വലിയ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇതുവരെ കമ്പനിയുടെ സഹായത്തോടു കൂടി നിന്നിരുന്നു. അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫയർഫോഴ്സിൻ്റെ അടുത്ത് തീരുമാനം അത് മാറ്റാനായിട്ട് ഏർപ്പാട് ചെയ്യുകയും സ്ഥലം കണ്ടെത്തുകയും അതിനുവേണ്ടി ആവശ്യങ്ങൾ കാണിച്ചിട്ട് പോലും ഇതുവരെ ആ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇതുവരെ മൂന്നാറിലെ സ്ഥാപിക്കാനായിട്ട് സർക്കാരിനെ കൊണ്ട് കഴിയാതെ പോയതിൽ വലിയ കഷ്ടം തന്നെയാണ്. എത്രയും വേഗം ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന തീരുമാനങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് അടിയന്തരമായി ആ ഫയർഫോഴ്സ് സ്റ്റേഷൻ പണിത് നാടിനെ സംരക്ഷിക്കണം, മൂന്നാറിനെ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു.
പ്രധാനമായും ഒരു ഫയർ എഞ്ചിനാണ് യൂണിറ്റിലുള്ളത്. ദുർഘടമായ ഇടവഴികളിലൂടെയും മറ്റും പോകേണ്ടുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു മിനി ഫയർ എഞ്ചിൻ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വട്ടവടിയും കാന്തല്ലൂരും പൂപ്പാറയും അടക്കം ആവശ്യഘട്ടങ്ങളിൽ മൂന്നാർ ഫയർഫോഴ്സ് യൂണിറ്റ് ഓടിയെത്തേണ്ടുന്ന ദൂരം വളരെ വലുതാണ്. നിലവിൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നിടത്തു നിന്നും മൂന്നാർ ടൗണിലേക്ക് എത്താനും ടൗണിലെ ഗതാഗതക്കുരുക്ക് മറികടന്ന് അപകട സ്ഥലത്തേക്ക് എത്തുന്ന കാര്യത്തിലും പ്രായോഗിക ബുദ്ധിമുട്ട് നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യം കൂടി കണക്കിലെടുത്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് യൂണിറ്റിനായി പുതിയ കെട്ടിട സമുച്ചയം ഒരുക്കണമെന്നാണ് ആവശ്യം. UDF നടത്തുന്ന മലയോര സമര പ്രചരണ യാത്രയ്ക്കെതിരെ വിമർശനമുന്നയിച്ച് അഡ്വക്കേറ്റ് എ രാജ MLA ഇടുക്കി ജില്ലയ്ക്കകത്ത് വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏത് സർക്കാരിന്റെ കാലത്താണ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതെന്ന് തിരിച്ചറിയണമെന്ന് MLA അടിമാലിയിൽ പറഞ്ഞു. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് K സുധാകരൻ വനംവകുപ്പ് മന്ത്രിയായിരിക്കെയാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ കൂടുതലായി പ്രഖ്യാപിക്കപ്പെട്ടുള്ളതെന്നും എ രാജ MLA ആരോപിച്ചു. UDFന്റെ ഒരു ജാഥ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ദേവികുളം മണ്ഡലത്തിൽ വരുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇടുക്കി ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി കൂടുതലാക്കാൻ വേണ്ടി ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും കൂടെ മനസ്സിലാക്കണം. കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രിയായിരുന്ന ശ്രീ K സുധാകരൻ ഇന്നത്തെ KPCC പ്രസിഡന്റ് ഫോറസ്റ്റ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ കൂടുതലായി പ്രഖ്യാപിച്ചത്. അതുപോലെ ബഫർ സോണിൻ്റെ കാര്യത്തിൽ 1 മുതൽ 10 കിലോമീറ്റർ വരെ ആകാമെന്നുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്തത് UDF ആണ്. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് വൈൽഡ് ലൈഫ് ആക്ട് 1972 കൊണ്ടുവരുമ്പോൾ അന്ന് കോൺഗ്രസ്സാണ് അധികാരത്തിലിരുന്നത്. കാലഘട്ടപ്പെട്ട് പോയ ഒരു ആക്റ്റാണ് 1972 എന്ന് പറയുന്നത്. അതിൽ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഇടുക്കിയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP ജനങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി ഇതിൽ കാലാസരണമായിട്ടുള്ള മാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് ഉന്നയിക്കണം. 1972 ആക്ട് അനുസരിച്ച് ഈ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് മാറ്റുന്നതിനും വെടിവെക്കുന്നതിനെല്ലാം ഭയങ്കര നിയന്ത്രണങ്ങളാണ് ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആക്ട് വിട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സർക്കാർ ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വണ്ടിപ്പെരിയാറിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് മഹേന്ദ്രനെ തെളിവെടുപ്പിനായി പോലീസ് സ്ഥലത്തെത്തിച്ചു. വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപ ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചിരുന്നു. കുമളി ചോറ്റുപാറയിൽ വിവാഹ ആവശ്യത്തിന് വെച്ചിരുന്ന സ്വർണവും പണവും മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. ജനുവരി 7-ാം തീയതിയാണ് വണ്ടിപ്പെരിയാർ 57-ാം മൈലിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി കാളിദാസിന്റെ വീട്ടിൽ മോഷണം നടന്നത്. വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപ മോഷണം പോയി. തുടർന്ന് കാളിദാസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ചോറ്റുപാറയിൽ വിവാഹ ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന 6 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും മോഷണം പോയത്. ഈ കേസിൽ കുമളി പോലീസ് വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശിയായ മഹേന്ദ്രനെ പിടികൂടി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി തന്നെയാണ് വണ്ടിപ്പെരിയാറിലും മോഷണം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. വീടിന്റെ ഷീറ്റ് തകർത്ത് അകത്തു കയറിയാണ് പ്രതി മോഷണം നടത്തിയത്. തെളിവെടുത്ത് പൂർത്തിയായതിനു ശേഷം മഹേന്ദ്രനെ കോടതിയിൽ ഹാജരാക്കും. വണ്ടിപ്പെരിയാർ അയ്യപ്പൻകോവിൽ ഡിവിഷനിലെ എസ്റ്റേറ്റ് സൂപ്പർവൈസറുടെ വീട് കുത്തിത്തുറന്ന സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണ് 2 മോഷണങ്ങൾ കൂടി പ്രതി നടത്തിയത്. വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. അയ്യപ്പൻകോവിൽ ആലടിയിലും ആശുപത്രി പരിസരത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ. ഇതോടെ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. അടിയന്തരമായി വനംവകുപ്പ് വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം അയ്യപ്പൻകോവിൽ ആലടി ഭാഗത്ത് പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കെയാണ് വീണ്ടും കഴിഞ്ഞ ദിവസം ആലടി ടൗണിന് സമീപം റോഡിന് മുകൾ വശത്തായി കാടിനുള്ളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. കൂടാതെ രാവിലെ ആലടി PHCക്ക് സമീപം ജീവനക്കാർ പുലിയെന്ന് തോന്നിക്കുന്ന രൂപം കണ്ടതായി നാട്ടുകാർ പറയുന്നു. കണ്ടതെന്ന് പറഞ്ഞാൽ ചേട്ടായി മുക്കാ ഭാഗവും കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഓടിക്കേറി അവിടെ ചെന്നപ്പോഴത്തേക്കും എന്നെ വെച്ചും പറഞ്ഞു ഇതുപോലെ പുലിയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ സാധനം തിരിഞ്ഞ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്ന പുറകുഭാഗമാണ് ഞാൻ കണ്ടത്. അപ്പം മണ്ടയെല്ലാം ഇത് അനങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഇതേ കണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അല്ലാതെ പിന്നെ അകത്തോട്ട് കയറിപ്പോയി നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുറഭാഗം കണ്ടായിരുന്നു. അടിയന്തരമായി വനംവകുപ്പ് വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നല്ല ജനങ്ങൾ മൊത്തം ഒരു പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ ദിവസം ആൽഡിയുടെ അപ്പുറത്ത് വെച്ച് നമ്മുടെ ഒരു പയ്യൻ കണ്ടു. ശേഷം പിന്നെ ഞങ്ങൾ ഇന്നലെ ഇവിടെ കാണുകയും ചെയ്തു. ആൽഡിക്കര മൊത്തം ഈ പുലിയുടെ ഒരു
ഭയത്തിലാണ്. ഇതിന് അധികാരികൾ അതിന് വേണ്ട എത്ര പെട്ടെന്ന് അതിനൊരു നടപടികൾ എടുക്കണം. അല്ലെങ്കിൽ നാളെ നമുക്ക് അവിടെ പഞ്ചാരമേട്ടിൽ സംഭവിച്ച പോലത്തെ ഒരു അവസ്ഥ നമ്മുടെ ഇവിടെ ഈ ആൽഡിയിൽ ഉണ്ടാകാതെ നമ്മൾ നോക്കണം. അതിനുവേണ്ടി അധികാരികൾ എന്നോട് ഇടപെടണമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. മേഖലയിൽ കൂടുകൾ സ്ഥാപിച്ച പുലിയെ പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിലേക്കുള്ള ദീപശിഖ ജാഥ വണ്ടിപ്പെരിയാറിൽ സമാപിച്ചു. 14 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും 140 വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ദീപശിഖ ജാഥ നടന്നത്. സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖ, കൊടിമര, പതാക ജാഥകൾ ജില്ലയുടെ പല മേഖലകളിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പീരുമേട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലെ ദീപശിഖ ജാഥ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചത്. 14 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും 140 വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും തെളിയിച്ച ദീപശിഖയാണ് കക്കിക്കവലിയിൽ സംഘടിച്ച മഹാദീപശിഖ ജാഥയായി ബസ് സ്റ്റാൻഡിലെത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതാ വണ്ടിപ്പെരിയാർ പട്ടണത്തെ പുറകെണിയിച്ചുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ്. നമുക്ക് വേണ്ടി പോരാടി, നാടിനു വേണ്ടി പോരാടി. തുടർന്ന് നടന്ന യോഗത്തിൽ പീരുമേട് ഏരിയ സെക്രട്ടറി എസ് സാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ സമ്മേളന വിശദീകരണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ നടത്തി. തുടർന്ന് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രചരണ പരിപാടിയുടെ ഭാഗമായി ബാലസംഘം പീരുമേട് ഏരിയ കമ്മിറ്റിയുടെ കലാപരിപാടികളും അരങ്ങേറി. പീരുമേടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. CPM ശാന്തമ്പാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതിദീപ സംഗമം നടത്തി. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരെ അനുസ്മരിച്ച സ്മൃതിദീപ സംഗമം സംഘടിപ്പിച്ചത്. മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പൂപ്പാറയിൽ സംഗമിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിൽ തൊടുപുഴയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സ്മൃതി ദീപ സംഗമം സംഘടിപ്പിച്ചത്. മൺമറഞ്ഞുപോയ പാർട്ടി പ്രവർത്തകരെയും രക്തസാക്ഷികളെയും അനുസ്മരിക്കുന്നതിനു വേണ്ടിയാണ് CPMന്റെ നേതൃത്വത്തിൽ സ്മൃതി ദീപ സംഗമം ഒരുക്കിയത്. ശാന്തൻപാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി 151 വീടുകളിൽ നിന്നുമാണ് ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. വിവിധ മേഖലകളിൽ നിന്നും ആരംഭിച്ച സ്മൃതി ദീപ പ്രയാണം പൂപ്പാറയിൽ സംഗമിച്ചു. പൂപ്പാറ ടൗണിൽ നടന്ന സംഗമം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇത് മനസ്സിലെത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകളുടെ അക്രമകാരികളുടെ പാർട്ടി എന്ന ഒരു വിശേഷണം ചാർത്തി നൽകുവാൻ മാധ്യമങ്ങൾ മത്സരിക്കുന്നു, വലതുപക്ഷങ്ങൾ മത്സരിക്കുന്നു, നിശ്ചിത താല്പര്യങ്ങൾ മത്സരിക്കുന്നു. അങ്ങനെ മത്സരിക്കപ്പെടുന്ന സംഘടിപ്പിക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നു ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അക്രമകാരികളുടെ പാർട്ടിയാണോ എന്ന് പൊതുജനങ്ങളിൽ സംശയം ഉളവാക്കുന്ന രൂപത്തിലാണ് ഇന്ന് മാധ്യമങ്ങൾ ഇപ്പോഴും സംഘടിപ്പിക്കുന്നത്. ഏരിയ സെക്രട്ടറി NP സുനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം VV ഷാജി, NR ജയൻ, ലിജു വർഗീസ്, MI സെബാസ്റ്റ്യൻ, സേനാപതി ശശി, തിലോത്തമ സോമൻ, ജിഷ ദിലീപ്, PA ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ പ്രയാണ ആരംഭവും കട്ടപ്പന ഏരിയ കമ്മിറ്റിയിലെ സ്മൃതി ദീപ സംഗമവും ഞായറാഴ്ച നടക്കും. രക്തസാക്ഷി KK വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ഏരിയ കമ്മിറ്റിയിലെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അന്തരിച്ച 30-ലേറെ പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങൾ തെളിയിച്ചു കൈമാറുന്ന ദീപങ്ങൾ ജാഥകളായി 12-ഓടെ കട്ടപ്പന ഇടുക്കിക്കവലയിലെത്തും. ജില്ലാ കമ്മിറ്റി അംഗം VR സുജി, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകും. തുടർന്ന് ജാഥയായി രക്തസാക്ഷി KK വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന ദീപശിഖ പ്രയാണത്തിൽ അണിചേരും. സമ്മേളന കാലയളവിൽ മരണപ്പെട്ട പാർട്ടി അംഗങ്ങൾ, അതുപോലെ തന്നെ ജില്ല രൂപീകരിച്ചതിന് ശേഷമുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയ സഖാക്കളൊക്കെ മരണപ്പെട്ട ആ സഖാക്കളുടെ എല്ലാം വീടുകളിൽ CPMന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും അതുപോലെ തന്നെ പാർട്ടി സഖാക്കളും അത്ലറ്റുകളുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ തെളിയിച്ചു നൽകുന്ന ദീപശിഖ ഏറ്റുവാങ്ങി 2-ാം തീയതി ഇരട്ടയാറ്റിൽ എത്തി. ഇരട്ടയാറിൽ നിന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത്
ജില്ലാ സമ്മേളന നഗറിലേക്ക് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് റോമിയോ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ദീപശിഖ റാലി സംഘടിപ്പിക്കുകയാണ്. CPM ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ പ്രയാണം ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഇരട്ടിയാറ്റിൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ക്യാപ്റ്റനായ പ്രയാണത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു വൈസ് ക്യാപ്റ്റനും ജില്ലാ കമ്മിറ്റി അംഗം VR സജി മാനേജരും ഏരിയ സെക്രട്ടറിമാരായ PB സബീഷ്, മാത്യു ജോർജ് എന്നിവർ അംഗങ്ങളുമാണ്. KK വിനോദിന്റെ അമ്മ വള്ളിയമ്മ ദീപശിഖ തെളിയിക്കും. തുടർന്ന് പ്രയാണമായി വൈകിട്ട് ഇടുക്കിയിലെ ധീരജ് രാജേന്ദ്രൻ സ്മൃതി കുടീരത്തിൽ എത്തിച്ചേരും. തിങ്കളാഴ്ച തൊടുപുഴയിലെ സമ്മേളന നഗറിലെത്തും. CPI കട്ടപ്പന നോർത്ത് ടൗൺ ബ്രാഞ്ച് സമ്മേളനം നടന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് ബ്രാഞ്ച് സമ്മേളനം നടത്തിയത്. സമ്മേളനത്തിന് മുന്നോടിയായി കട്ടപ്പന ടൗൺ ചുറ്റി പ്രകടനം നടന്നു. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. സമ്മേളനത്തിൽ CP മധു അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ലോകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോലെ അടിച്ചമർത്തലുകളെ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രസ്ഥാനവുമില്ല. ഇന്ത്യയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ മുളച്ചു വരാൻ സാധ്യതയുള്ള ഈ കമ്മ്യൂണിസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഭീകരമായ അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തെ നേരിടുന്നതിനേക്കാൾ ഏറെ വാശിയോടെ അവർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നേരിടാനാണ് അവരുടെ ആയുധങ്ങൾ, അവരുടെ സേനാവ്യൂഹങ്ങളെ പൂർണ്ണമായി ഉപയോഗിച്ചത്. VR ശശി, രാജൻകുട്ടി മുതുകുളം, സച്ചോ മോഹൻ, സുമ, അരുൺ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പും നടന്നു. സുന്നി യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹിക വിപത്തുകൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 1-ാം തീയതി നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ സുന്നി യുവജന സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. മനുഷ്യന്റെ നാശത്തിന് കാരണമാകുന്ന മദ്യം പൂർണ്ണമായി ഒഴിവാക്കണം. ഇക്കാര്യത്തിൽ സർക്കാർ പുതിയ മദ്യനയത്തോടും നിലപാടുകളോടും യോജിക്കാനാവില്ല. ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ സുന്നി യുവജന സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെതിരെ, അതുപോലെ അധികരിച്ചു വരുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസപരവും ധാർമ്മികപരവുമായ ചിന്തകളെ വഴിതെറ്റിക്കുന്ന കുറേ ആപ്പുകൾ, അതുപോലെ ലഹരികൾ, അതിനൊക്കെതിരെ എല്ലാ ജില്ലകളും SP ഓഫീസിലേക്ക് നടന്നു വരുന്ന മാർച്ച് ഉണ്ട്. ഫെബ്രുവരി 1-ന് SP ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എത്ര ഉന്നതിയിലുണ്ടെങ്കിലും ലഹരി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങളും എത്തിക്സൊക്കെ മറന്ന് പലതും ചെയ്തു കൂട്ടുന്ന രീതികളാണ്. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമല്ലാതെ എല്ലാവരിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അധികാരികൾ കണ്ണു നോക്കുകയും നമ്മുടെ ഉദ്യോഗസ്ഥ സ്ഥാനത്തിരിക്കുന്നവർ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യണമെന്ന ഒരു ഉണർത്തൽ, ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ മാർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് അനസ് ജൗഹരി, മുഹമ്മദ് അലവി അൽത്താഫ്, അബ്ദുൾ റഹ്മാൻ ബുഖാരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച വിയ ഡോളാറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെ വെഞ്ചരിപ്പ് നടന്നു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചാണ് ശില്പ സമുച്ചയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നത്. ഇതിനു മുന്നോടിയായി ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ CMI, പ്രൊവിൻഷ്യൽ ഓഡിറ്റർ ഫാദർ ജോർജ് മാരിപ്പാട്ട് CMI എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടവക അങ്കണത്തിൽ പണിതുയർത്തിയിരിക്കുന്ന യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സ്മാരകമായ വിയ ഡോളാറോസ എന്ന രക്ഷാകര ശില്പസമുച്ചയത്തിന്റെയും ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയുടെയും വെഞ്ചരിപ്പ് ഇടുക്കി രൂപതാമെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചു. അഗ്നിസ്തംഭത്താൽ ഇസ്രായേൽ ജനതയ്ക്ക് പ്രകാശമരുളുകയും അന്ധകാരത്തിലും മരണനടലിലും കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശമായ തന്റെ പ്രിയപുത്രനെ അയക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സിഹിയോൻ മാളികയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന ശ്രീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ച അവിടുന്ന്
തന്റെ സാന്നിധ്യത്താൽ ഈ ഗ്രോട്ടോയെയും ഇതിൽ പ്രവേശിക്കുന്നവരെയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിന്റെ രക്ഷാകര സംഭവത്തിലെ എല്ലാ കാര്യങ്ങളുമാണ് 460 ദിവസം കൊണ്ട് ഇടുക്കി സ്വദേശിയായ ജിനു എന്ന ശില്പി ഒരുക്കിയിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫെബ്രുവരി 2 തീയതി ഞായറാഴ്ച വൈകിട്ട് 8:45 അന്തരിച്ച KC ജോർജ് കട്ടപ്പന എഴുതിയ ഒച്ചിറ സ്വരുകിയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകവും അരങ്ങേറും. ഫാദർ ഫിലിപ്പ് മണ്ണകത്ത, ഫാദർ ജോബിൻ ഒഴാക്കൽ, കുര്യൻ ചുരങ്കുന്നേൽ, ഈപ്പച്ചൻ ആയില്യക്കുന്നേൽ, ജോസഫ് കുര്യൻ എന്നിവർ നേതൃത്വം നൽകും. വണ്ടിപ്പെരിയാർ മ്ലാമല ഇണ്ടൻചോല കൊടുവാക്കരണം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. കാലങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഇടുക്കിയുടെ മുൻ MP ആയിരുന്ന PT തോമസിന്റെ കാലത്തായിരുന്നു മ്ലാമല ഇണ്ടൻചോല കൊടുവാകരണം റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രാഥമിക നടപടികൾ ആരംഭിച്ചത്. പിന്നീട് പല കാരണങ്ങളാൽ റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടു. നിലവിൽ 5,56,50,8,453 രൂപ അനുവദിച്ചാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രായോഗിക തലത്തിൽ ഗ്രേഡിയന്റ് പ്രശ്നം വന്നപ്പോൾ നമുക്കൊരല്പം ഡിലേ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായി. പക്ഷെ കൂട്ടായ പരിശ്രമം മൂലം എന്നുവെച്ചാൽ MP എന്നുള്ളതിൽ ഞാനും അതോടൊപ്പം തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂട്ടുചേർന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗ്രേഡിയന്റ് പ്രശ്നം ഈ ഉയർന്ന പ്രദേശങ്ങളിൽ ഈ തരത്തിലുള്ള പ്രത്യേകതകൾ നിൽക്കുകയാണ്. മറ്റ് PWD റോഡുകളും ഇതേ നിലവാരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ റോഡ് നിർമ്മിക്കാൻ മറ്റു മാർഗമില്ല, അത് ഗവൺമെന്റ് അംഗീകരിക്കണം എന്നുള്ള ശക്തമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന് മുന്നാകെ അവതരിപ്പിക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട അന്നത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായി പരിഗണന നൽകി ഒരു ടീമിനെ ഇങ്ങോട്ട് ഇതിന്റെ ഇൻസ്പെക്ഷന് വേണ്ടി അയച്ചു. അപ്പൊ അവർ ഈ പ്രദേശം എല്ലാം ചുറ്റി സഞ്ചരിച്ച് നേരിട്ട് കണ്ട് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അന്ന് സമർപ്പിച്ച ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2023 അവസാന ഘട്ടത്തിൽ 2024 ആരംഭഘട്ടത്തിൽ നമുക്ക് ഈ റോഡിന് അന്തിമമായ ഭരണാനുമതി കേന്ദ്ര സർക്കാർ നൽകി എന്നുള്ളതാണ് യഥാർത്ഥമായ പ്രശ്നം. PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീത ചെല്ലദുരൈ, ശാന്തി ഹരിദാസ്, PR അയ്യപ്പൻ, CPM മ്ലാമല ലോക്കൽ സെക്രട്ടറി MT ലിസി, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവൻമാക്കൽ, CPI മ്ലാമല ലോക്കൽ സെക്രട്ടറി CV ജോർജ്, SNDP തേങ്ങാക്കൽ ശാഖാ പ്രസിഡന്റ് KK ചന്ദ്രൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. DYFI കട്ടപ്പന സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരിയമ്പാറയിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ വളരെ ആസൂത്രിതമായി വെടിവെച്ചു കൊന്നു. അത് കൊന്നവരാരാണ് എന്ന ഒരു തർക്കമൊന്നും ഒരു പതിറ്റാണ്ടിന് മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് ആരും ഉന്നയിച്ചിരുന്നേയില്ല. ഇപ്പൊ നമ്മുടെ BJPക്കാരും RSSകാരും അതേപോലെ തന്നെ ചില മലതുപക്ഷ മാധ്യമങ്ങളുമൊക്കെ മഹാത്മാഗാന്ധി മരണപ്പെട്ടു എന്ന് മാത്രമാണ് പറയുന്നത്. വിവിധ നേതാക്കൾ മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ച് സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് സെബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. CPM കട്ടപ്പന സൗത്ത് ലോക്കൽ സെക്രട്ടറി CR മുരളി, DYFI ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം, ജോയിന്റ് സെക്രട്ടറി നിയാസ് അബു, മേഖലാ സെക്രട്ടറി ബിപിൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി DYFI പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നിട്ടുള്ളത്. ശബ്ദം, വെളിച്ചം, പന്തൽ, അലങ്കാരം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ. അസോസിയേഷന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് അടിമാലിയിൽ തുറന്നത്. കണ്ണാട്ട് ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രംഗത്ത് എന്തെങ്കിലും പ്രശ്നമുള്ള ഇതിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതാണ് ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 3 കാര്യങ്ങളാണ് സംഘടനയ്ക്ക് പറയുന്നത്. ഒന്ന്, സ്വന്തമായിട്ടുള്ള ഓഫീസ്, പിന്നെ അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്, പ്രവർത്തിക്കാൻ പറ്റുന്ന ഊർജ്ജസ്വലന്മാരെ പ്രവർത്തകർ. ഇത് 2 നമുക്ക് കൊണ്ട്
പ്രവർത്തിക്കാൻ പറ്റുന്ന ഊർജ്ജസ്വലമായ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസ് വന്നു, ഇനി സാമ്പത്തികമാണ് വേണം. ഓഫീസ് നടത്തിക്കൊണ്ട് പോകണം. ഓഫീസ് മാത്രം നടത്തിക്കൊണ്ടാൽ പോരാ. നിങ്ങളുടെ വിശ്വസിക്കുന്ന ഇടുക്കി ജില്ലയിലെ 200ഓളം വരുന്ന മെമ്പർമാരുണ്ട്. ആ മെമ്പർമാർ അവരുടെ മെമ്പർഷിപ്പിൻ്റെ കാശ് തരുമ്പോൾ, നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, സംഭാവന തരുമ്പോൾ അവരുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടാവും. ആഗ്രഹം എന്ന് പറയുന്നത് അവർക്കൊരാപത്ത് വന്നാൽ സഹായിക്കാൻ പറ്റുന്ന സ്നേഹവർഷമാണ് ഇത്. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നിട്ടുള്ളത്. ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ഷംസുദ്ദീൻ മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജമാൽ രാജാക്കാട്, ജയൻ എറണാകുളം, സാൻഡി മാത്യു, ജോർജ് വയനാട്, ഷാജി സ്റ്റാർ അടിമാലി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ ലെബക്കട JPM കോളേജിൽ കായികമേള സംഘടിപ്പിച്ചു. കായികമേളയുടെ ഉദ്ഘാടനം കട്ടപ്പന SP രാജേഷ് കുമാർ IPS നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിന് കട്ടപ്പന ASP സല്യൂട്ട് സ്വീകരിച്ചു. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലുവ പ്രൊവിൻസ് ഓഡിറ്റർ ഫാദർ മാത്യു മുണ്ടിയത്ത് CST മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST, കോളേജ് ബർസാർ ഫാദർ ചാൾസ് തോമസ് CST തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് പാസ്റ്റ്, ലോങ് ജംപ്, ഹൈ ജംപ്, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, റിലേ, 5000 മീറ്റർ, 1500 മീറ്റർ, 400 മീറ്റർ, 200 മീറ്റർ, 100 മീറ്റർ തുടങ്ങിയ വിവിധ മത്സരങ്ങളും നടന്നു. 700-ലധികം വിദ്യാർത്ഥികൾ കായികമേളയിൽ പങ്കെടുത്തു. സോഷ്യൽ വർക്ക് വിഭാഗം കായികമേളയിൽ 1ാം സ്ഥാനം നേടി. ടൂറിസം, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ വിഭാഗങ്ങൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കോളേജ് യൂണിയൻ അഡ്വൈസർ എബിൻ മാർക്കോസ്, യൂണിയൻ ചെയർമാൻ സിദ്ധാർത്ഥ് സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ICDSന്റെ നേതൃത്വത്തിൽ അങ്കണവാടി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. കിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 65 അങ്കണവാടികളിൽ നിന്നുള്ള കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. ഈ കലോത്സവം തീർച്ചയായും നമ്മുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 65 അംഗന്മാരുടെയും വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കുമുള്ള വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഈ കലപില ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ J പ്രതിഭ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, അഴുത അഡീഷണൽ CDPO മിനിമോൾ MS, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധു മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. 200ഓളം കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും നടന്നു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ശംകുലി 2025 എന്ന പേരിലാണ് 2 ദിവസങ്ങളിലായി വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ഷൈൻ ജോസ് അധ്യക്ഷനായിരുന്നു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സഹാബ് ജലദേവൻ, പിന്നീട് 15 വർഷം സഹാബ് ജയചന്ദ്രൻ, പിന്നീട് പിൽക്കാലത്ത് ഞാൻ എല്ലാ അർത്ഥത്തിലും ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പുരോഗതിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇടപെടി വെച്ച് ചെയ്യിക്കാമെന്ന് ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം നൽകുകയാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. വിശിഷ്ട സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജെയ്മോൻ P ജോർജ്, ലിസി K തോമസ് എന്നിവർക്ക് മൊമന്റോ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, കട്ടപ്പന DEO PK മണികണ്ഠൻ,
AEO യശോധരൻ KK, സജിദാസ് മോഹനൻ, PV ഷാജി, ഹെഡ്മാസ്റ്റർ ബഷീർ മണ്ടി വീട്ടിൽ, അമ്പിളി PB, അജയൻ NR, ചിഞ്ചു ബിജോ തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം SDA ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 52ാമത് വാർഷികം സ്കൂൾ അങ്കണത്തിൽ നടന്നു. ഡാഫോഡിൽസ് 2K25 എന്ന പേരിലാണ് വിവിധ പരിപാടികളുടെ വാർഷികം നടന്നത്. വാർഷികാഘോഷം കട്ടപ്പന ASP രാജേഷ് കുമാർ IPS ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രസിഡന്റ് സോയി തോമസ് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ സണ്ണി ജോൺ, PTA പ്രസിഡന്റ് അരുൺ അരവിന്ദ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുകേഷ് മോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അജീഷ് മുതുകുന്നേൽ, റിട്ടയേർഡ് അധ്യാപിക ഉഷാകുമാരി, ഐസക് അരുൾദാസ്, അമ്മിണി ജേക്കബ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, VS ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന പുളിയമല ക്രൈസ്റ്റ് കോളേജിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കട്ടപ്പന HUCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കട്ടപ്പന HUCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യുദ്ധത്തിൽ തോറ്റോടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മുന്നിലോടുന്നത് ആരാ? തോറ്റയാളാ അല്ലേ? രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി. പ്രാണരക്ഷാർത്ഥം ഓടുന്നയാൾ തോറ്റോടുന്നയാളാണോ വിജയിച്ചോടുന്നയാളാണോ? തോറ്റോടുന്നയാളാണ് മുന്നിൽ പോകുന്നത് അല്ലേ? ഇവിടെ ഓട്ട മത്സരത്തിൽ മുന്നിലെത്തുന്ന ആളാണ് വിജയിക്കുക. അത് നമ്മുടെ സ്പോർട്സിൽ മാത്രമാണ്. സാറ് മുത്തയ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഇന്നിവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങളിതിന് പേരിട്ടിരിക്കുന്നത് പടവിടാൻ സമാരും ഞെട്ടിപ്പോയി. സാധാരണ നമ്മളെവിടെയൊക്കെ പോകേണ്ടി വരികയാണല്ലേ ഈ ഹെഡിങ്ങും ഇതിൻ്റെ കണ്ടൻറ്റും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് ആലോചിക്കുന്നത്. ഇത് ദേവസ്വം സാർ നമ്മളെ കുഴപ്പിച്ച് കളഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി അധ്യക്ഷനായിരുന്നു. കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI, സ്പോർട്സ് കോർഡിനേറ്റർ PV ദേവസ്യ, അധ്യാപകരായ അങ്കിത പ്രസാദ്, രാജേശ്വരി J, വിദ്യാർത്ഥി പ്രതിനിധികളായ നിരഞ്ജന രാജൻ, ലിയോണ എലിസബത്ത് മാത്യു, അഖിമ റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് ജോർജ് ദേവാലയ തിരുനാളിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിനാണ് തുടക്കമായത്. 30-ാം തീയതി ആരംഭിച്ച തിരുനാൾ ഫെബ്രുവരി 2-ന് സമാപിക്കും. കൂട്ടായ്മകളിൽ നിന്നും എത്തിച്ച കഴുന്ന് പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിയ ശേഷം വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധിയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. തുടർന്ന് നവവൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും സെമിത്തേരി വെഞ്ചരിപ്പും നടന്നു. 1-ാം തീയതി 4:30-ന് ആഘോഷമായ തിരുനാൾ കുർബാനയും 6:30-ന് മാട്ടുക്കെട്ട കുരിശടിയിലേക്ക് പ്രദക്ഷിണവും നടക്കും. 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാനയും 11:30-ന് മേരികുളം കുരിശടിയിലേക്ക് പ്രദക്ഷിണവും നടക്കും. തുടർന്ന് 4:30-ന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. 7:30-ന് നടക്കുന്ന നാടകത്തോടുകൂടി തിരുനാൾ സമാപിക്കും. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കണ്ടത്തിൽ, കൈക്കാരന്മാരായ ജോസ് മല്ലൂരാത്ത, ഷാജി പാറേക്കുന്നേൽ, രാരിച്ചൻ കൂനംപാറയിൽ, ജനറൽ കൺവീനർ റോയി പുതുപ്പറമ്പിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മുരിക്കാശ്ശേരി രാജമുടി മാർസ്ലീവ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. സമഗ്ര 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം അധ്യാപകൻ ഫാദർ ലിബിൻ മനക്കലേട്ട ഉദ്ഘാടനം ചെയ്തു. ലോകാരോഗ്യ സംഘടന നിർണയിച്ച സ്വയ അവബോധം, സഹാനുഭൂതി, വിമർശനാത്മക ചിന്ത, സർഗാത്മക ചിന്ത, ആശയവിനിമയം, പ്രശ്നപരിഹാരം, ശരിയായ തീരുമാനമെടുക്കൽ, വികാരങ്ങളെ മെരുക്കൽ, പിരിമുറുക്കത്തെ നിയന്ത്രിക്കൽ, പരസ്പര ബന്ധം എന്നീ 10ഓളം ലൈഫ് സ്കില്ലുകളും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, പരീക്ഷാസമ്മർദ്ദത്തെ അതിജീവിക്കൽ എന്നീ വിഷയങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും പ്രായോഗികമായി അത് എങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് പരിശീലിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം.
കുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യം വെച്ച് സംഘടിപ്പിച്ച സമഗ്ര 2K25 സോഷ്യൽ വർക്ക് വിഭാഗം അധ്യാപകൻ ഫാദർ ലിബിൻ മനക്കിലേട്ട് ഉദ്ഘാടനം ചെയ്തു. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പോകും. ഉറപ്പായിട്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകും, പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരും ഈ ലോകത്ത് പ്രശ്നമൊന്നും ഇല്ലാത്തവരൊന്നുമില്ല, അല്ലേ? എല്ലാവർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ പഠന കാലഘട്ടം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ, എല്ലാ കാലഘട്ടത്തിലും ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്, അല്ലേ? അപ്പൊ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്നുള്ളതാണ് ഈ ലൈഫ് സ്കിൽ നമ്മളെ പഠിപ്പിക്കുക. സ്കൂളിലെ 8-9 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നടത്തിയ പരിപാടിയിൽ സോഷ്യൽ വർക്ക് 2ാം വർഷ വിദ്യാർത്ഥികൾ സ്കിൽ എഡ്യൂക്കേഷൻ ക്ലാസുകൾ നയിച്ചു. പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ സെബാസ്റ്റ്യൻ മാത്യു, മനീഷ മനോജ്, സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ അലൻ സണ്ണി, സോന മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ചാർ ലബക്കട JPM കോളേജിൽ ഫെബ്രുവരി 1-ാം തീയതി തൊഴിൽമേള നടക്കും. 25-ലധികം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ 500-ലധികം അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായാണ് ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. രാവിലെ 9:30 മുതൽ കോളേജ് ക്യാമ്പസിൽ ആരംഭിക്കുന്ന തൊഴിൽമേളയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ മുൻകൂറായി രജിസ്റ്റർ ചെയ്യണം. സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ലഭ്യമാണ്. 25-ലധികം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ 500-ലധികം അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. പ്രിയമുള്ളവരെ, ഹൈറേഞ്ചിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്നും വളരെ സുദൃഢമായ സേവനങ്ങൾ ചെയ്ത് വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുന്ന JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിനോട് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ കുട്ടികളെ തൊഴിൽ സജ്ജരാക്കുവാനും പ്രതിജ്ഞാബദ്ധരാണ്. ഇതിൻ്റെ ഭാഗമായി 2025 ഫെബ്രുവരി 1-ാം തീയതി കോളേജിൽ വെച്ച് വമ്പിച്ച് ഒരു തൊഴിൽമേള നടത്തുകയാണ്. ഈ തൊഴിൽമേളയിൽ ധാരാളം കമ്പനികൾ, കോർപ്പറേറ്റുകളെല്ലാം പങ്കെടുക്കുന്നു. കുട്ടികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി തൊഴിലവസരങ്ങൾ നേടാനായിട്ട് വലിയ സാധ്യതയുണ്ട്. JPM കോളേജ് എല്ലാ വിദ്യാർത്ഥികളെയും ഈ തൊഴിൽമേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 25-ലധികം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ 500-ലധികം അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഹൈറേഞ്ചിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തുകയും നേടിക്കൊടുക്കുകയുമാണ് മേളയുടെ ലക്ഷ്യം. +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, PG തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്കും അല്ലാത്തവർക്കും അവസരങ്ങൾ ലഭിക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗഹൃദത്തിന്റെ സായാഹ്ന ചായക്കൊടി ഒരുക്കി CPM തൊടുപുഴ തെക്കും ഭാഗം ലോക്കൽ കമ്മിറ്റി. CPM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് സൗഹൃദത്തിന്റെ സായാഹ്ന ചായക്കട ഒരുക്കിയിരിക്കുന്നത്. പനയോല കൊണ്ട് പഴയകാല രീതിയിൽ തീർത്ത ഓലമേഞ്ഞ കടയിൽ പെട്രോമാക്സ് വെളിച്ചത്തിൽ റേഡിയോ ഗാനങ്ങളും കേട്ട് കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചിരിക്കുമ്പോൾ പഴയ നാട്ടിൻപുറത്തെ ചായക്കടയിലെത്തിയ പ്രതീതിയാണ്. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തൊടുപുഴ തെക്കും ഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കല്ലാനിക്കൽ ജംഗ്ഷനിൽ സൗഹൃദത്തിന്റെ സായാഹ്ന ചായക്കട ഒരുക്കിയിരിക്കുന്നത്. തികച്ചും സൗജന്യമായാണ് രാഷ്ട്രീയ വ്യത്യാസം മറന്ന് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നത്. PJ ജോസഫ് MLA-യുടെ മകനും ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാനുമായ അപ്പു ജോൺ ജോസഫ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം എന്നിവർ സായാഹ്ന ചായക്കടയിലെത്തി കട്ടൻ ചായയും കാച്ചില് വേവിച്ചതും കഴിച്ച സൗഹൃദം പങ്കിട്ടാണ് മടങ്ങിയത്. വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന ചായക്കട രാത്രി 8 മണി വരെ നീളും. കട്ടനും പരിപ്പുവടിയും പിന്നെ അല്പം രാഷ്ട്രീയവും എന്നതാണ് കടയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പാർട്ടി അംഗവുമാണ് ചായക്കട നടത്തിപ്പിന്റെ ചുമതല ഓരോ ദിവസവും വഹിക്കുന്നത്. നാടൻ വിഭവങ്ങളായ കാച്ചിൽ, ചേമ്പ്, ചെറുകിഴങ്ങ്, ചക്കപ്പുഴുക്ക്, പരിപ്പുവട, ബോണ്ട, ഉണ്ണിയപ്പം, പിടി കോഴിക്കറി, കപ്പപ്പുഴുക്കും മീൻ മുളകിട്ടതും എന്നിങ്ങനെ ഒരു ചായക്കടയിൽ കിട്ടുന്ന വിഭവങ്ങളെല്ലാം സായാഹ്ന ചായക്കടയിലും ഒരുക്കിയിട്ടുണ്ട്. മുൻ MLA-യും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK ജയചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് തുടങ്ങിയവരും ചായക്കടയിൽ സന്ദർശനം നടത്തി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 169, വിൽപ്പനയ്ക്ക് വന്നത് 37,063, വിൽപ്പന നടന്നത് 36,359, കൂടിയ വില 3,579, ശരാശരി വില 2,947. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,730 രൂപ, വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച പ്രതികൾക്ക് ജീവപര്യന്തം തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച തൊടുപുഴ ജില്ലാ കോടതി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2020 മറയൂരിൽ. കൊല്ലപ്പെട്ടത് മറയൂർ സ്വദേശി മാരിയപ്പൻ. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തെ നിസാരവൽക്കരിച്ചു അധികൃതർ. സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി വെട്ടി നശിപ്പിച്ചതിന് കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാൻ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദുരന്ത നിവാരണ നിയമപ്രകാരം കയ്യേറ്റത്തെ നിസാരവൽക്കരിച്ച റവന്യൂ വകുപ്പ്. തൊടുപുഴ ഉളമറ്റത്ത് നിന്ന് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മൂവാറ്റുപുഴ സ്വദേശി ആന്റോയാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്കെത്തിച്ച 3 കിലോ കഞ്ചാവും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ചില്ലറ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച 2 കിലോയിലധികം കഞ്ചാവുമായി മേലേച്ചുനാർ സ്വദേശി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ. വന്യജീവികളുടെ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് നാമമാത്രമായ തുകയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നതെന്ന് പരാതി. കാർഷിക വിളകൾ പ്രധാനമായും നശിപ്പിക്കുന്നത് കാട്ടാനയും കാട്ടുപന്നികളും. വന്യജീവികൾ മൂലമുള്ള കൃഷിനാശത്തിന് വനംവകുപ്പിന്റെ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട മാസങ്ങൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.